നമസ്കാരം, ചെല്ലാനം മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ 2022 പിറക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് നാം എല്ലാം ഈ വർഷത്തെ വരവേൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആഹ്ലാദസൂചകമായി നമ്മുടെ കൊച്ചി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗോവ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പുതുവത്സരം ആഘോഷിക്കുന്ന ഒരു പ്രദേശമാണ്. അതിൽ ഏറ്റവും നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ചെല്ലാനം പഞ്ചായത്ത്. ഞാനിന്ന് നിൽക്കുന്നത് ചെല്ലാനം പഞ്ചായത്തിലെ ഗൊണ്ടുപറമ്പിലെ തറയപ്പറമ്പിലാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും, എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് എല്ലാവർക്കും വളരെ വിസ്മയകരമായി നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ വില്ലനായ കൊറോണയുടെ ഒരു പതിപ്പ്, ഒരു ഭീമാകാരനായ പതിപ്പിനെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രദേശവാസികൾ. അപ്പോൾ ഈ പുതുവത്സര ദിനത്തിൽ നമുക്ക് അവരോടുകൂടി ചേരാം, ഇതിൻ്റെ ശില്പികളോടൊപ്പം സംസാരിക്കാനും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഭീമാകാരനായ കൊറോണ വൈറസിനോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ശില്പികൾ നമ്മോട് കൂടെയുണ്ട്. ഇതിൻ്റെ പ്രധാനിയായ ഈ ഒരു വലിയ ഒരു കൊറോണ വൈറസിനെ സൃഷ്ടിച്ച ഇതിൻ്റെ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനിയായ ദിലീപ് ചെല്ലാനം, അദ്ദേഹം സിനിമാ മേഖല അടക്കമുള്ള ആർട്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആശയം എങ്ങനെയുണ്ടായെന്നും ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് ദിലീപിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ 2022 പിറക്കുമ്പോൾ ഇത്തരം ഒരു കൊറോണ വൈറസിനെ നിർമ്മിക്കണമെന്നും അത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത്? ആശയം അതായത് ഞങ്ങളിവിടെ രാവിലെ എന്നെ ഒരു കൂട്ടുകാരൻ, ഇവിടെയുള്ള പിള്ളേർ തന്നെ എല്ലാവരും കൂടി വിളിച്ച് നമുക്ക് എല്ലാ വർഷവും ശരിയാക്കുന്നതാണ് ഓരോ സാധനങ്ങൾ. അപ്പോൾ രാവിലെ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴേക്കും ഇപ്പോൾ ഇതിൻ്റെ കൊറോണയുടെ ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ചെറിയ പ്ലാൻ ഇട്ട് കൊറോണയുടെ ഒരു കാർട്ടൂൺ ഇത് നമുക്കിവിടെ ശരിയാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ കുറേ സാമ്പത്തികത്തിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ആദ്യം വന്നു. പിന്നെ ഞങ്ങൾ കമ്പിയിലൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ നിന്നപ്പോഴേക്കാണ് ഈ മുള വെട്ടി തൊറൂർ പോയി 5-6 മുള വെട്ടി ഞങ്ങളെല്ലാവരും കൂടി പോയി അങ്ങനെ കൊണ്ടുവന്ന് അതിൽ സ്കെൽറ്റൻ അടിച്ച് അങ്ങനെ ഓരോ ഇതായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് മറ്റു മെറ്റീരിയലുകൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇത് മറ്റേ ഫോളിഫോം എന്ന് പറഞ്ഞ ഒരു ഇതാണ്, ട്യൂബിൻ്റെ. അത് കനം കൂടിയതുകൊണ്ട് കുറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ടൈപ്പുള്ള ഇത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ പെയിൻറ്റ് അത്യാവശ്യം മുള സാധനങ്ങൾ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു പ്രദേശം, നമ്മൾ കൊച്ചിക്കാരാണ്, നമ്മൾ സാധാരണ ഇതിൽ വളരെയധികം പുതുവത്സരം ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ വളരെ വിരളമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്തരം ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ പപ്പാഞ്ഞി ഉൾപ്പെടെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഈ പുതുവത്സരം ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് എങ്ങനെയാണ്, എല്ലാ വർഷവും ഇതുപോലെ തന്നെയൊക്കെ ചെയ്യാറുണ്ടോ? എല്ലാ വർഷവും ഇത് തന്നെ, എല്ലാ വർഷവും ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു പാമ്പിനെയാണ് ഉണ്ടാക്കിയത്, പിന്നെ പപ്പാഞ്ഞിനാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിക്ക് മുമ്പ് ഒരു പ്ലെയിനാണ് ഉണ്ടാക്കിയത്, ഒരു വലിയ പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാ വർഷവും ചെയ്യാറുണ്ടായിരുന്നു. ഈ വർഷം ഞങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ഇല്ലായിരുന്നു, എന്നാലും എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോടുകൂടി സംഭവം ചെയ്തു. ഞങ്ങൾ ഇവരായിട്ടൊക്കെ നമ്മുടെ ചെല്ലാനം പഞ്ചായത്തിൽ തന്നെ അഭിമാനിക്കാവുന്ന ഒരു കലാകാരനാണ്. ശില്പി എന്ന് പറയുന്നത് ഏത് സംഭവം എടുത്തു കഴിഞ്ഞാലും അത് ആ കറക്റ്റായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ അവിടെ കൊണ്ടുവന്ന് റൗണ്ടാക്കി എത്തിക്കാൻ ഇയാൾക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ്. അതും ഇത്രയും വലിപ്പമുള്ള സാധനങ്ങൾ നമ്മൾ മിനിയേച്ചറിൽ നിന്ന് വലിയൊരു സംഭവം. അതെ, അതൊരു ശൂന്യതയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു സംഭവം വരുമെന്ന്. പക്ഷേ ഇവർ എല്ലാവരും കൂടി അങ്ങനെ ആലോചിച്ച് ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങളൊരു 1.5 ആഴ്ച ഇതിനു വേണ്ടി രാത്രിയും പകലൊന്നുമില്ലാതെ ഇതിൽ ബുദ്ധിമുട്ടി. നല്ല ഫണ്ട് ഇതിന് വേണ്ടി വന്ന് ഇതിനൊരു കേവലം ഒരു ചെറിയ പശക്ക് തന്നെ 900-1500 രൂപ വന്ന്. അതുപോലത്തെ 2 ടിന്ന് ഞങ്ങൾ നല്ല പശ മേടിച്ച് കൊണ്ടുവന്ന് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള മെറ്റീരിയൽ എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ഫണ്ട് ഇതിന് മുടങ്ങി. ഞങ്ങളാണെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന കുറച്ച് തുച്ഛമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് നടത്തിയെടുക്കണമെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിന് പുറത്താണ്. മാത്രമല്ല ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ആശയം എന്ന് പറയുന്നത് കൊറോണ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഭൂലോകത്തു നിന്ന് ഒട്ടനവധി ജനങ്ങളെ ജീവനെടുത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ഞങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷേ കൊറോണ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി, ഞങ്ങൾ ഈ തറയപ്പറമ്പിലുള്ള എല്ലാവരും കൂടി ഒറ്റ സ്ഥലത്ത് പറഞ്ഞ് നമുക്കത് മതി. അതിന് കാഴ്ചയിൽ നമുക്ക് വലിയ ഒരു റൗണ്ട് മാത്രമല്ലേ ഉള്ളൂ, പക്ഷേ നമുക്ക് അതിനുള്ള ഒരു ആശയം ഉണ്ടെന്ന് നമുക്ക് തോന്നി.
ആ ആശയത്തിൻ്റെ പുറത്താണ് ഈ ഭീകരത പിടിപ്പിച്ചത്. ഞങ്ങൾ ആദ്യം വെച്ചപ്പോൾ ഈ വായില്ലായിരുന്നു. പിന്നെ അത് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ആ ഒരു വാ കൂടി വെച്ചപ്പോഴത്താണ് അതിൻ്റെ ഭീകരത ശരിക്കും തെളിഞ്ഞു വന്നത്. പ്രത്യേകിച്ച് ചെല്ലാനം എന്ന് പറഞ്ഞാൽ ചെല്ലാനം ഒരു കൊറോണയുടെ ഒരു ഹബ്ബായിട്ട് പ്രഖ്യാപിച്ചൊരു സ്ഥലമാണ് ശരിക്കും. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഇത്തരം ഒരു ആശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ പ്രാദേശികമായിട്ടൊരു ഉത്സവം പോലെയാണ് ഇത് നിങ്ങൾ കൊണ്ടാടിയത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു? ഇതിലേ നമ്മളെ ഈ കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചൊരു പഞ്ചായത്ത് അല്ലെങ്കിൽ പ്രദേശമാണ് ചെല്ലാനം പഞ്ചായത്ത്. അതിനുശേഷം നമുക്കിവിടെ നിന്ന് ടൗട്ടെ ചുഴലിക്കാറ്റ് കൂടി വന്നപ്പോഴത്തേക്കും കൊറോണയും ഈ ചുഴലിക്കാറ്റൊക്കെ വന്നിട്ട് നല്ലൊരു ഭീകരത ഈ ചെല്ലാനത്ത് മൊത്തം ഇങ്ങനെ സ്പ്രെഡായി കഴിഞ്ഞ് ആ കാലഘട്ടത്തിലും ചെല്ലാനം അതിജീവിക്കും എന്നുള്ളൊരു പൂർണ്ണ ദൃഢനിശ്ചയം ഈ ചെല്ലാനത്തുകാർക്കുണ്ടായിരുന്നു. ഒരു സ്ഥലത്തായിട്ടും പോകാതെ ഇവിടെ തന്നെ നിന്ന് കഴിച്ചുകൂട്ടി ഇതിൻ്റെ ഈ കടൽക്ഷോഭത്തിൻ്റെ ആയാലും ഈ നമ്മളെ കൊറോണയുടെ ആയാലും എല്ലാത്തിനെയും അതിജീവിക്കാനായിട്ട് ഈ ചെല്ലാനം പഞ്ചായത്തിലുള്ള എല്ലാവരും ഒത്തൊരുമയോട് പ്രവർത്തിച്ചിട്ടാണ് ഇപ്പോൾ ഈ ചെല്ലാനത്ത് ഒരു ഒരു സമാധാന അന്തരീക്ഷം വന്നിരിക്കുന്നത്. ചെല്ലാനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്ന സാംസ്കാരിക സംഘടനകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് പലപ്പോഴും പുതുവത്സരം പോലുള്ള ആഘോഷങ്ങളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ അതിനൊരു തുടർച്ചയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ തറയപ്പറമ്പിലെ ഒരു വലിയ സംഭവം. അപ്പോൾ ആ ഒരു ആഘോഷത്തിനെ കുറിച്ച്, ഇവിടെയും ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ചെല്ലാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വലിയൊരു സാംസ്കാരിക സംഘടനകളൊക്കെ വലിയ സ്വാധീനമുള്ളൊരു പ്രദേശമാണ്. എന്നിരുന്നാലും കുറേ കാലങ്ങളായിട്ട് അതിനായിട്ടുള്ളൊരു ഈ കൊറോണ തന്നെ ഒരു ഇടിവ് വന്നിട്ടുണ്ട്. ഒട്ടനവധി ഈ സംഘടനകൾ ഈ തറയപ്പറമ്പ് പോലുള്ള പ്രദേശം തന്നെ ഓണാഘോഷങ്ങൾക്കും അതുപോലെ മറ്റു സാംസ്കാരിക പരിപാടികൾക്കെല്ലാം വലിയ പേര് കേട്ട ഒരു പ്രദേശം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളായി ദിലീപിനെ പോലുള്ള കലാകാരന്മാർ അവർ കുറച്ച് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലാണ് ഇത്രയുള്ളൊരു പരിപാടി പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്താകെ ഒരു വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ കൊറോണ എന്ന വൈറസിനെ ഭീതിയോടെ കാണുന്നൊരു സാഹചര്യത്തിൽ 2022 പുതുവർഷം ആഘോഷിക്കുമ്പോൾ അത് ഒരു കൊറോണ രൂപം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളൊരു ആശയം ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ വന്നതാണ് ഏറ്റവും വലിയൊരു ഈ പുതുവത്സരത്തിൽ നമുക്ക് ആ ഒരു സന്ദേശം കൊടുക്കാനുള്ളത്. ഇവിടുത്തെ ഈ തവണത്തെ കൊറോണ ബന്ധപ്പെട്ട് നമ്മൾ ഈ പുതുവത്സരം ഒരു ആഘോഷിക്കണ വേണ്ടേ എന്നുള്ളൊരു നിലയിലേക്ക് നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ സ്ത്രീകളാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണയും സ്ത്രീകളാണ് ഇവർ പരിപാടി പ്ലാൻ ചെയ്തത്. ഇവിടുത്തെ ഒരു 10-20ഓളം കുടുംബങ്ങൾ, വേറെ പുറത്തൊന്നും അങ്ങനെ ഇപ്പോൾ പ്രോഗ്രാമൊന്നുമില്ല, പിള്ളേരൊക്കെ ആകെ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാനസിക ഒരു ഉല്ലാസം എന്നുള്ള നിലക്കാണ്, പുറത്തുനിന്നുള്ള ആരും വേണ്ട നമ്മൾ മാത്രം എന്നുള്ള നിലക്കാണ് സ്ത്രീകളാണ് ആ ഒരു ആശയം വെച്ച്. ആ ആശയത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു എമൗണ്ടെല്ലാം വീടുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ആണ് വെച്ചത്. പക്ഷേ അതോടൊപ്പം തന്നെ പിള്ളേരുടെ കുറേ കലാപരിപാടി നമ്മുടെ ഈ സാധാരണഗതിയിലൊക്കെ നടക്കുന്ന പോലെ ഈ മറ്റേ ബലൂൺ പൊട്ടിക്കൽ, അതുപോലെ തന്നെ ലെമൺസ് സ്പൂൺ റൈസ്, അതേപോലെയുള്ള അങ്ങനെയുള്ള കുറച്ച് ചെറിയ കലാപരിപാടി പിള്ളേർക്കുള്ളൊരു എൻ്റർടൈൻമെൻറ്റാണത്. അതൊരു നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ കസേര കളി, അങ്ങനെയുള്ള എല്ലാവർക്കും ഒരു ചെറിയൊരു ഉല്ലാസം, മാനസികമായിട്ടുള്ളൊരു ഉല്ലാസം കിട്ടാവുന്നുള്ള നിലക്കാണ് ഇവിടെ പരിപാടി പ്ലാൻ ചെയ്ത് ആ പരിപാടി പ്ലാൻ ചെയ്ത നല്ല വിജയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതുവത്സര ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ പല ജനറേഷനുകൾ, നമ്മുടെ ഇപ്പോഴത്തെ ചെറിയ കുട്ടികളാണെങ്കിലും തങ്ങളെപ്പോലെ മുതിർന്നൊരു തലമുറയാണെങ്കിലും ഒക്കെ എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് ആഘോഷിക്കുന്ന ഒരു രീതിയാണ് പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ നടന്നപ്പോൾ എങ്ങനെയായിരുന്നു എല്ലാവരുടെയും ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അത് ചെല്ലാനം പഞ്ചായത്തിൽ ഈ തറയപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 25 വർഷമായിട്ട് ഓണാഘോഷ പരിപാടി, ഈ ന്യൂ ഇയർ പരിപാടി, ക്രിസ്മസ് പരിപാടി ഇത് നടത്താനായിട്ട് തറയപ്പുറംകാർക്ക് ഒരു പ്രത്യേക ഒരു താല്പര്യമാണ്. അതൊരു കൂട്ടായ്മയുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഒരു പരിപാടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദിലീപ് നമുക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടാകും, രവിയുണ്ട്, ഷാജനുണ്ട്, ഷാവിയുണ്ട്, ഇങ്ങനെ കുട്ടനാണെങ്കിൽ നമുക്ക് പന്തലിൻ്റെ ഐറ്റംസ് എല്ലാം തരുന്നതുകൊണ്ട് അതിനൊക്കെ ഒന്നും പൈസ വേണ്ട. ഈ ആൾക്കാരെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിൽ വിചാരിച്ചാലും ആ കാര്യം നടത്തിയിരിക്കും. അതിവിടുത്തെ സ്ത്രീകളായാലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവർക്ക് ഈ ഒരു കാര്യം ലക്ഷ്യമുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. ഇതിൽ
പങ്കെടുക്കാൻ ഈ പരിപാടി തന്നെ ഇവിടെ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഓരോ വീട്ടിൽ നിന്ന് പൈസ കളക്ട് ചെയ്തുകൊണ്ട് നമ്മളെ കഴിയാവുന്ന പരിപാടിയും നല്ല രീതിയിൽ ഇപ്പോൾ കായികമായിട്ടുള്ള പരിപാടി, കസേര കളി, ബലൂൺ പെരുപ്പലി, കടല പെറുക്കൽ, ഇങ്ങനെ കുട്ടികൾക്കും സ്ത്രീകൾക്കും സന്തോഷപ്രദമായ ഒരു രാത്രി രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ഇവിടെ ഉള്ളവർക്ക് കഴിഞ്ഞു. നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നത് ചെല്ലാനത്തിൻ്റെ ഈ തറയപ്പറമ്പിലെ ന്യൂജൻ, അതായത് ചെറിയ കുട്ടികളോട്ട് നമ്മുടെ ഫ്രീക്വൻസ് വരെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സന്തോഷം, കാരണം ഇത്തരം കൂടിച്ചേരലുകളും ഇത്തരം ആഘോഷങ്ങളൊക്കെ വളരെ വിരളമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനോട് സഹകരിച്ച ഈ ന്യൂജൻ ആളുകളോട് നമുക്കിതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇതേപോലുള്ള ആക്ടിവിറ്റികൾ ഇവിടെ ക്ലബ്ബ് പരമായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ എൻ്റെയൊക്കെ കുഞ്ഞിൽ തന്നെ നമ്മളിത് കാണുന്നതാണ്. പക്ഷേ വളർന്നു വരുന്ന ഈ ഒരു തലമുറക്കൊന്നും ഇവിടെ അത്ര വലിയ നമ്മുടെ റോഡ് സൈഡിലൊന്നും ഇങ്ങനെ ഇപ്പോൾ കാണാറില്ല. പണ്ട് തൊട്ട് ഒരുപാട് ടാബ്ലോസും ആ ടാബ്ലോസ് ക്യാരി ചെയ്ത് നമ്മൾ കാർണിവലിന് വരെ കൊണ്ടുപോകുന്നതായിരുന്നു. പിന്നെ ഈ 2 വർഷമായിട്ട് എല്ലാവരും സ്ട്രെസ്ഫുൾ മൈൻഡിൽ നിൽക്കുന്നതുകൊണ്ട് ആർക്കും ഇതിനോടൊന്നും ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ ജോലിപരമായിട്ടും ഒരുപാട് നാളായിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളപ്പോൾ അന്നേ മനസ്സിൽ വിചാരിച്ചാണ് ഇത്തവണ പൊളിക്കണമെന്ന്. അപ്പോൾ അതോടുകൂടി തന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരോടും കൂടി ചേർന്ന് പണ്ടുണ്ടായ നമ്മളൊരു കൊളോണിയൽ കാലഘട്ടം തന്നെ, പോർച്ചുഗീസ് കോളനി ആയിരുന്ന സമയം തൊട്ട് തന്നെ അവരുടെ ഒരു മിത്ത് പ്രകാരമാണ് ഈ പപ്പാഞ്ഞിയാണെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവർ പുതുവത്സരത്തിന് ആ ഒരു ഭീതി ഒഴിവാക്കിക്കൊണ്ട് അവർ വരവേൽക്കുന്ന രീതിയായിരുന്നു. പിന്നെ നമ്മളുടെ ഒരു കൊച്ചിക്കാർ സ്ലാങ്ങിൽ പപ്പാഞ്ഞി എന്ന് നിർത്തണമായിരുന്നത് അവിടെ. അപ്പോൾ നമ്മൾ തോന്നി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഇത്തവണ ഉണ്ടാക്കണം. അപ്പോൾ ദിലീപേണ്ണും പിന്നെ എൻ്റെ ചേട്ടൻ ജിത്തു, പിന്നെ രവിച്ചേട്ടൻ, അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞത് ഇങ്ങനെ കോവിഡിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാം. പക്ഷേ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഒബ്ജക്റ്റൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ഫണ്ടിൻ്റെ റൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഒരു ടാബ്ലോയിലേക്ക് അത് മാത്രം ഒതുങ്ങിയത്. അതൊക്കെയായിരുന്നു. പിന്നെ പിള്ളേരുടെ എല്ലാവരുടെയും ഒരു എൻജോയ്മെൻറ്റ് ടൈം നമുക്ക് അവരോടൊപ്പം ഫാമിലി ആയിട്ടാണെങ്കിലും ഗ്യാതറിങ്ങൊക്കെ പറ്റിയൊരു മൊമെൻ്റാക്കി നമ്മളെടുത്ത്, അതായിരുന്നു ഇതിൻ്റെ പുറകിലെ മെയിൻ വിഷൻ. നമ്മളുടെ എല്ലാവരും കൂടി ഒന്നുകൂടി ഒത്തൊരുമിക്കണമെന്നുള്ളത്. പിന്നെ ഈ കൊറോണനെ കത്തിക്കേണ്ടതായിരുന്നു. പിന്നെ ഇതേപോലെ കുറേ ആൾക്കാർക്ക് ഒന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പിന്നെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളത് നിർത്തിയത്. പിന്നെ ഇനി എന്തെങ്കിലും ഒരു ദിവസം അത് കത്തിച്ച് തന്നെ തീർക്കണമെന്നാണ്. അപ്പോൾ മോനെ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. ഇത് ഉണ്ടാക്കിയപ്പോൾ ഇതിലൊക്കെ കൂടിയായിരുന്നു, ചേട്ടന്മാരുടെ കൂടെയൊക്കെ കൂടിയായിരുന്നു. എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തത്? സഹായിച്ചു കൊടുത്ത്. സഹായിച്ചെന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത്. ഇത് നിങ്ങളുടെയൊക്കെ ഒരു ഇനി വലുതാവുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി ചെയ്ത പോലെയൊക്കെ നിങ്ങൾ ചെയ്യും. അതാണ് നമ്മുടെ പ്രതീക്ഷ, അല്ലേ? പിന്നെ ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മത്സരങ്ങളൊക്കെ നടത്തിയല്ലോ. അപ്പൊ അതിൽ ഈ കൂട്ടത്തിൽ ആർക്കൊക്കെ പ്രൈസ് കിട്ടി? എനിക്ക് ലെമൺ സ്പൂണിന് കിട്ടി, കസേരകൾക്ക് കിട്ടി, സ്ലോ റേസിന് കിട്ടി. പിന്നെ എല്ലാ പ്രൈസും വീട്ടിൽ കൊണ്ടുപോയ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് അത്രത്തിന് കിട്ടിയുള്ളൂ. എനിക്ക് ബലൂൺ പൊട്ടികളിനെ കിട്ടി, പിന്നെ കസേരകൾക്ക് കിട്ടി. എനിക്ക് ബലൂൺ വീർപ്പിക്കലിനും കിട്ടി, കസേരകൾക്ക് കിട്ടി. എനിക്ക് കടല വെക്കലിന് സെക്കൻഡ്, ലെമൺ സ്പൂണിന് സെക്കൻഡ്. എനിക്ക് ലെമൺ സ്പൂണിലും സൈക്കിൾ റേസിനും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ വർഷത്തെ ന്യൂ ഇയർ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ പറ, ഇനി എന്തോ പറയാനുണ്ട്? ഇപ്പൊ ഈ വൈറസിനെ നമ്മളെല്ലാവരും കേൾക്കുന്നതാണല്ലോ. ഇപ്പൊ നിങ്ങൾക്കൊന്നും സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല. ഇത്ര 1.5 കൊല്ലമായിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പൊ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് കൊറോണ വൈറസ് എന്ന്. അപ്പൊ ഇതിനെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു മനസ്സിൽ എന്താണ്? സന്തോഷം. കാരണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കൊറോണ വൈറസിനെ ഇവിടെ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും കൂടി നിർമ്മിച്ചതെന്ന്, അല്ലേ? അപ്പൊ അതിൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് സഹകരിച്ചത്? ഞങ്ങൾ ഇവിടെ കുറെ ചവറൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളത് ക്ലീൻ ആക്കിയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് തന്നെയല്ലേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? പിന്നെ കൊച്ചിയുടെ ആഘോഷങ്ങൾ, ചെല്ലാനത്തിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ പുതുവത്സരം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രതീക്ഷയുടെ വർഷമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പഴയ കൂട്ടായ്മകളും സാംസ്കാരിക സംഘടനകളും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ വീണ്ടും തുടരുന്നതിന് വേണ്ടി ഇവിടെ ഈ തറയപ്പറമ്പിൽ
അത്തരം ഒരു വലിയൊരു മാതൃകയാണ് അവർ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആഘോഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല എന്ന് വലിയൊരു സന്ദേശം നൽകിക്കൊണ്ട് പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ട് വിടവാങ്ങുന്നു. സൈനിങ് ഓഫ് ഫ്രം ചെലാനം മീഡിയ, ഉണ്ണിക്കണ്ണമാലി.